ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളുടെ ട്രിപ്പിൻ്റെ 3rd ഡേ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കൂർഗിലാണ്. ഇന്ന് നമ്മൾ എവിടേക്കാണ് പോണേ? ഇന്ന് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ പോവും. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഹംപിക്ക് പോവാം. അമ്മൂസറുടെ അമ്മൂസിനെ കാണിക്കുന്നു. അമ്മൂസ് രാവിലെ കുളിച്ചു. ആദ്യമായി കുളിച്ചു രാവിലെ ജീവിതത്തിൽ ആദ്യമായി. ഞാൻ ലിപ് ബാം ഒക്കെ ഇട്ട് ഒന്ന് ഐബ്രോസ് സെറ്റ് ചെയ്ത് മോയ്സ്ചറൈസർ ഇട്ട്. പിന്നെ ഇന്ന് ഞാൻ കുറേ നേരം ഔട്ട്ഫിറ്റ് നോക്കാനായിട്ടാണ് നിന്നിരുന്നത്. ഔട്ട്ഫിറ്റ് സെറ്റ് ആവണേ ഇല്ലായിരുന്നു. ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ഔട്ട്ഫിറ്റ്. ഡിമാർഡി ചകിരി തളിച്ചി. ഇന്നിപ്പോൾ ഞങ്ങളിതേ ഇപ്പോൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തേക്കണം ഔട്ട്ഫിറ്റ് ഇതാട്ടോ. പക്ഷെ ഇത് എൻ്റെ ഒരു സ്റ്റൈലല്ല, ഇത് അമ്മൂസിൻ്റെ സ്റ്റൈലാണ്. അമ്മൂസിൻ്റെ പാൻറ്റാ, എൻ്റെ ടോപ്പാണ്. പക്ഷെ എനിക്ക് വേറെ ഇല്ല. എന്നാൽ വേറെ ജീൻസ് എടുത്തത്. പക്ഷെ ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് ആകെ ഗോൾഡൻ ടെമ്പിൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഫുൾ യാത്രയാണ്. എത്ര മണിക്കൂർ യാത്ര ഉണ്ടോന്നി? 8 മണിക്കൂർ യാത്ര. അപ്പോൾ പിന്നെ കംഫി ആയിട്ടുള്ള ഡ്രസ്സ് ഇടാന്ന് വെച്ച്. അങ്ങനെ നമ്മളിതേ നമ്മുടെ കൂർഗിനോട് വിട്ട് പറയുകയാണ് ഗൈസ്. എല്ലാ സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി നമ്മൾ ഇറങ്ങുകയാണ്. ഇത് ഇറക്കാനായിട്ട് ആ ചേട്ടനോട് ഇറക്കാൻ പറ. ആ വലിയ ബാഗ് കൊടുക്ക്. ഇവിടെ നമുക്ക് ലിഫ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാണ്ട് രക്ഷയില്ല താഴത്തോട്ട് ഇറക്കാൻ. വേണമെങ്കിൽ ഇറക്കാം, ശക്തിമാനൊക്കെ ആണെങ്കിൽ. ഞാൻ ഗ്ലോസി ലിപ്സ് ഇടില്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ ഗ്ലോസി ഇട്ടില്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലോസി ഇട്ട്. അമ്മൂസിൻ്റെ ഗ്ലോസി ആണോ? അല്ല, മാച്ച് ഗേൾ. നമ്മുടെ ലഗേജ് ഇതേ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. 2 വലിയ ബാഗുള്ളതുകൊണ്ട് പാടാണ് ഇതിനകത്ത് വയ്ക്കാൻ. നമ്മൾ ഈ സാധനം പൊക്കിയിട്ട് വയ്ക്കണേ. നോക്കണം. അമ്മൂസ് ഞാനിന്ന് ട്വിൻസാണ്. ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് എവിടെയാണത് ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലെത്തി. ഗ്രാൻഡ് അർമാൻ. ഇവിടങ്ങളിലൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ചൈനീസ് ഫുഡ് എന്നൊക്കെ എഴുതി വെക്കണ പോലെ ഇവിടെ ഇങ്ങനെ കേരള എന്ന് എഴുതി വെക്കും. കണ്ടാ നോർത്ത് ഇന്ത്യൻ, കേരള, സൗത്ത് ഇന്ത്യൻ, അങ്ങനെ കേരള എന്നുള്ളത് എടുത്ത് എഴുതി വെച്ചേക്കണം. ഇവിടെ അത്രയും അപ്പോൾ കേരള എന്നുള്ള ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. നമ്മുടെ കാറങ്ങ് ബ്ലാക്ക് കാറ് ഫുള്ള് ബ്രൗൺ കാറായി. നമ്മുടെ പൂരി ഇവിടെ എത്തി. പൂരി ആട്ടോ ഓർഡർ ചെയ്തത്. ഇവിടെ വേറെ ഒന്നും ഇല്ലായിരുന്നു. പൂരിയും പിന്നെ ഒരു നെയ് റോസ്റ്റ് കിട്ടി. ബാക്കി ഫുൾ പൂരിയാണ്. സോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേഗം പോട്ടെ. ഓൾറെഡി നമ്മൾ ലേറ്റായി. പൂരി നല്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. ഈ കാണുന്നതാണ് കേട്ടോ ഗോൾഡൻ ടെമ്പിളിലോട്ടുള്ള എൻട്രൻസ്. ഇത് ബൈലാകൂപ്പ എന്ന് പറഞ്ഞിട്ടുള്ള കർണാടകയിലുള്ള സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ ടിബറ്റിൽ നിന്നുള്ള കുറേ ആളുകൾ അവിടുത്തെ പണ്ടത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണം, അതായത് ചൈന ആയിട്ടുള്ള എന്തൊക്കെയോ ഇഷ്യൂസ് കാരണം അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുടിയേറി പാർത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ പഴയ സിനിമയിൽ യോധ, അതിനകത്തുള്ള ഉണ്ണിക്കുട്ടനെ പോലെയുള്ള കുറേ ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇവരിവിടെ ബുദ്ധിസമാണ് ഫോളോ ചെയ്യണത്. ഓഫ് കോഴ്സ് ഇവിടെ 4ൽ കൂടുതൽ ടെമ്പിൾസ് ഉണ്ട്. ഒരു ടെമ്പിളാണ് ഈ കാണുന്ന മെയിൻ ടെമ്പിൾ, ഗോൾഡൻ ടെമ്പിൾ. ഇതേപോലെയാണ്. ഇതിനകത്ത് കുറേ നല്ല പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്കത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ബുദ്ധ സ്റ്റോറീസ് ഇങ്ങനെ പെയിൻറ്റ് രൂപത്തിൽ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ കുറേ നേരം അവിടെ നിന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റോറീസ് ഏകദേശം കണക്ഷൻ മനസ്സിലാകും. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിറയെ ആളുകളുണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ മലയാളികളായിരുന്നു കേട്ടോ. ഒത്തിരി മലയാളി ആളുകൾ ഇവിടെ ചെന്നപ്പോഴേക്കും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ 3 പ്രതിമകളുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം ബുദ്ധൻ്റെ ആണെന്ന് എനിക്ക് മനസ്സിലായി. ബാക്കി 2 എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഇനി ഇരിക്കണ സീറ്റ്സ് ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ കുറേ അങ്ങനത്തെ ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കും നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുട്ടികളെ കണ്ടു. അപ്പോൾ അവരായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരിൽ ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു ഈ ടെമ്പിളിൽ ഗോൾഡ് കൊണ്ട് എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. ഇത്രയും വിവരങ്ങൾ ഞാൻ ഗൂഗിൾ നോക്കി പഠിച്ച് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റാണെന്നുള്ള എനിക്ക് വലിയ ധാരണയില്ല. അതേതാണ് ഞാൻ കണ്ട വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ 2 ടെമ്പിൾ വിസിറ്റ് ചെയ്തു. എന്നിട്ട് ബാക്കി 2 എനിക്കൊന്ന് അടച്ചിട്ടിരിക്കാമെന്ന് തോന്നുന്നു. അതിന് ശേഷം ഞങ്ങളൊരു കുട്ടി ഷോപ്പ് ചെയ്യാനായിട്ട് അതിൻ്റെ വെളിയിൽ കുറച്ചിങ്ങനെ ചെറിയ സ്റ്റോഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ട്രിപ്പ് പോവുകയാണെങ്കിൽ മാഗ്നറ്റില്ലേ നമ്മൾ ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെക്കണേ, ആ മാഗ്നറ്റ് മേടിക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ അത് മേടിക്കാനായിട്ടാണ് ഈ കടയിൽ കയറിയത്. പക്ഷേ കടയിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൺട്രോൾ അങ്ങ് വിട്ടു. മാഗ്നറ്റ് നോക്കി നടന്നിട്ട് ഞാൻ ബാക്കിയെല്ലാം കണ്ടു, മാഗ്നറ്റ് മാത്രം കണ്ടില്ല. അങ്ങനെ ഞാൻ ഈ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കണ്ണാടി. പിന്നെ നമ്മൾ എന്തായാലും ഇപ്പോൾ യാത്ര ചെയ്യാമല്ലോ. അപ്പോൾ എനിക്കൊരു കുഞ്ഞ് കണ്ണാടി ഹാൻഡി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇതാണ് കേട്ടോ മേടിച്ചത്.
മേടിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ കുട്ടി ആ കാണുന്ന ഒരു ചെയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, കീ ചെയിൻ പീസ് എന്നാണ് തോന്നുന്നു അതിൻ്റെ അടുത്ത് എഴുതിയിട്ടുള്ളത്. പിന്നെ അവരും ഉണ്ണിക്കുട്ടനും അമ്മൂസൊക്കെ ഏതാണ്ടൊക്കെ കിടന്ന് ഓടി നടന്ന് മേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഈ കണ്ണ ചെയിനില്ലേ, അത് കണ്ടപ്പോഴേക്കും എനിക്ക് നല്ല രസം തോന്നി. അപ്പം ഞാനതിങ്ങനെ ഇട്ട് നോക്കിയപ്പോഴേക്കും നല്ല തണുപ്പ് ഇട്ടു. അതിൻ്റെ ആ ഒരു മുത്തിന് നല്ല കനമുള്ള മുത്താണ്, അതുപോലെ നല്ല തണുപ്പുണ്ടായിരുന്നു കയ്യിലിട്ടപ്പോഴേക്കും. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. കീ ചെയിൻ, അതുപോലെ ഇങ്ങനെ ചെറിയ പ്രതിമകൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഒരു ബ്രൗൺ കളറിലെ കയ്യിലിടുന്ന ഈ ചെയിനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കണ്ട ഞാൻ ഈ കയ്യിലിട്ടിരിക്കണം. അപ്പം ഞാൻ ഇതിലേത് വേണമെന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എനിക്ക് വൈറ്റാണ് ഇഷ്ടമായ, മറ്റേത് എൻ്റെ കയ്യിലെടുത്ത് അറിയുന്നില്ല. പിന്നെ ഇവിടെ ചോപ്സ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുറേ സംഗതികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വേഗം തന്നെ തിരിച്ചു പോയി. നമുക്ക് ഹംപി പോയിട്ട് നമ്മളിപ്പോൾ ഈ ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ഒക്കെ കഴിഞ്ഞിറങ്ങി. ആക്ച്വലി ഗോൾഡൻ ടെമ്പിൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തെന്ന് വെച്ചാൽ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഇന്ന് സൺഡേ അല്ലേ, പിന്നെ ഇപ്പോൾ കോളേജ് കുട്ടികളുടെ ടൂർ പോണ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ സ്കൂളും കോളേജും എല്ലായിടത്തും നിന്ന് ടൂർ പോണ സമയം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് കണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു. എന്നിട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ ഹംപിക്ക് പോവാണ്. അവിടെ എത്താനായിട്ട് കുറെ നേരം എടുക്കും. അവിടെ അവിടേക്ക് പോവാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. പോകുമ്പോഴേ ഇവർ രണ്ടുപേരും ബാക്കിൽ ഇരുന്നോണ്ടേ ഈ ലാമമാരെ വായി നോക്കിക്കൊണ്ടിരിക്കാന്നേ. പാപം. ഞാനാണെങ്കിൽ ഇന്ന് ബ്ലഷ് ഇട്ട് കൂടിപ്പോയതുകൊണ്ടാണ്, അതോ ഞാൻ ടാൻ ആയതാണെന്ന് പറഞ്ഞോട് എന്നെ കുട്ടി എന്റെ ഡള്ളായെന്ന് പറഞ്ഞാൽ ഞാൻ സങ്കടപ്പെടുത്തി എന്റെ മുഖം. നമ്മൾ ഹംപിക്ക് പോണ റോഡാണ് കേട്ടോ. ഭയങ്കര തരിശ് ഭൂമിയായിട്ട് ഭയങ്കര രസമുള്ള റോഡ്. ഗൂഗിൾ മാപ്പിൽ പോലും കന്നഡ എഴുതിയേക്കണം. റോഡിന്റെ പേരൊന്നും വായിക്കാൻ വയ്യ. 6.1 കിലോമീറ്റർ ടു ഏതോ ഒരിങ്ങനെ കുറെ ചിഹ്നങ്ങൾ. എന്തോരം സ്ഥലം നോക്ക് ഇവിടെ. ഇനി ഇവർക്ക് ഈ റോഡിന് വീട്ടിൽ കൂട്ടണമെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലം അവിടെ ഇവിടെ നമ്മുടെ നാട്ടിൽ തീരെ പക്ഷെ നല്ല ചൂടുണ്ട്, എന്നാ വെളിയിൽ ചൂടില്ല. അല്ലെങ്കിൽ കാണുമ്പോ ഭയങ്കര ചൂടായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ 29 അല്ലേ, 28 ഡിഗ്രി ചൂടായിട്ട് ഭയങ്കര രസമുള്ള സ്ഥലം. ഇങ്ങനെ ഗ്രാമപ്രദേശം ഇങ്ങനെ ഫീൽ ചെയ്യണ പോലത്തെ സ്ഥലം. റോഡൊന്നും പക്കാ ചെയ്തിട്ടില്ല, പക്ഷെ ഗട്ടർ കുറവാണ്. മഴ കുറവായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും. സ്ഥലത്തൊക്കെ ഞങ്ങൾ ഗോവയിൽ കൂടെ പോയത്. എനിക്കാണ് മറ്റേ ബൈക്ക് കൊണ്ട് വരാനായിട്ട് രസമുള്ള വഴിയാ. നമ്മളിപ്പോ ഈ ഇങ്ങോട്ടേക്ക് വന്ന എല്ലാ വഴികളും ഇതേപോലത്തെ വഴികളായിരുന്നു അല്ലേ. ഫുൾ ഇങ്ങനെ രണ്ട് സൈഡിലെ കാടും ചെറിയ റോഡും. മറ്റേ നമുക്കിപ്പോ ട്രെൻഡിങ് ആയ മസനഗുഡി പോണ വഴി പോലെ ഉണ്ടല്ലേ എല്ലാം. അതിനകത്ത് ഇങ്ങനത്തെ വഴിയല്ലേ ഊട്ടിക്കൊരു യാത്ര. പോയിട്ടുണ്ട്. യാ മുന്നേ ഞങ്ങൾ ആ വഴി പോയിരുന്നു. കാലത്തുണ്ടോ ഭീകരം തന്നെ. അവനെ കിക്കർ അടിക്കാൻ പറ്റുന്നില്ല, ചെയ്യണില്ലേ. പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഞങ്ങളിവിടെ ശ്രദ്ധിച്ചെന്താ അറിയോ, ഇവിടെ ചിക്കൻ നമ്മുടെ അവിടെയൊക്കെ നമ്മൾ പറയുമ്പോ ചിക്കൻ എടുത്തിട്ട് കട്ട് ചെയ്ത് തരല്ലേ ചെയ്യാം. ഇവിടെ ചിക്കൻ ഫുള്ളേപാടെ തൊലി ഒലിച്ച് നമ്മളവിടെ ബീഫ് ഇടയിലൊക്കെ ബീഫ് തൂക്കിയിടത്തില്ലേ, അതേപോലെ ചിക്കൻ തൂക്കിയിട്ടേക്കണതാ. എന്തായിരിക്കും വരണവർക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ മാല പൊട്ടിച്ചോടണുണ്ടെന്ന്. നമ്മളിതേ പോണ വഴി ഒന്ന് റിലാക്സ് ചെയ്ത് ഇറങ്ങി നിൽക്കാൻ നല്ല വെയിലുള്ള സ്ഥലത്താണ് നിർത്തിയേക്കണേ. ഇവിടെ കരിക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ കരിക്ക് കുടിക്കാൻ നോക്കും. നമ്മൾ കുറെ നേരമായിട്ട് കരിക്ക് അന്വേഷിച്ചടക്കാണ്, ഇതുവരെ കരിക്ക് കിട്ടിയില്ല. ഒരു കരിക്ക് മേടിച്ച് കഴിച്ച് നോക്കാം. ഇത് കരിക്ക് ഇവിടെ ഇല്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. കരിക്കൊള്ളാമെങ്കിൽ നമുക്ക് എല്ലാവർക്കും മേടിക്കാം. വണ്ടിയുടെ പോലെ നോക്കി, വണ്ടി ബ്രൗൺ വണ്ടിയായി. ട്രിപ്പ് എങ്ങനെയുണ്ട്? ട്രിപ്പ് എങ്ങനെ പോണു? യോയോ 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 തളന്നോ? തളന്നു. പ്രൈസ് ഹൗ മച്ച്? ഇവിടെയുള്ള ആൾക്ക് കന്നഡ മാത്രം അറിയുള്ളൂ. ആണെന്ന് വിചാരിക്കണം. ഞങ്ങൾ ട്രാൻസ്ലേറ്റർ എടുത്തിട്ട് ട്രൈ ചെയ്യാന്ന് ഓർത്ത്. എത്ര രൂപയാന്ന് എത്രല്ലടി ട്രാൻസ്ലേറ്റർ എടുക്ക്. ടെൻഷനായ
വേറെ ട്രാക്ടർ അല്ലേ അത്? ഗട്ടി മാംസം ഉള്ളത് വേണമെന്നുള്ള. കരിക്കിന് എന്താ പറയാ? ഗോഡ് കുടിച്ചിട്ട് ടേസ്റ്റ് പണിട്ടു തമിഴ് ഹമ്മച്ചല്ല വേണ്ടേ കരിക്കിട്ടോ നീ ഇതൊക്കെ വെട്ടണ് ആണോ? വേണോ കരിക്കണോ? വണ്ടി പോയപ്പോഴേക്ക് ഇവിടെ മണ്ണിന്റെ അടിയിൽ ഒരനക്കം. വണ്ടി പോയപ്പോ ഭയങ്കര ഒരു കുലുങ്ങി വെറുതെ ഞാൻ മറിഞ്ഞു വീഴുന്നു. അതെ കാറ്റുണ്ട്. ശ്രദ്ധിച്ച് കേക്കണം, ശ്രദ്ധിച്ച്. ശ്രീഹള്ളി ഞങ്ങൾക്ക് പോണം അങ്ങോട്ട്. അങ്ങോട്ട് അങ്ങള് നമ്മുടെ ഫ്രണ്ടിൽ പോണ ഒരു സ്കൂട്ടറാണ് കേട്ടോ. സ്കൂട്ടർ അല്ല, സോറി, ബൈക്ക്. എന്തോടെ പുതിയ ബൈക്ക് ഇത് പൊല്യൂഷൻ ചെക്ക് ചെയ്യാത്തോണ്ടാണ് അങ്ങനെ. എഞ്ചിൻ പണി ഉള്ളതുകൊണ്ട് അങ്ങനെ. എന്ത് സ്ഥലമാണോ അത്? ടാങ്ക് പോലെ ഉണ്ടല്ലേ? ടാങ്കല്ല, എന്തോ അത് 270 കിലോമീറ്റേഴ്സ് ടു ഹംപി. 5 മണിക്കൂർ 2 മിനിറ്റ്. ആരും പോകാത്ത സ്ഥലം ഞങ്ങൾ തെരഞ്ഞെടുത്തെന്നും പറഞ്ഞിട്ട് ഇവിടെ പറയാം. ഇടയ്ക്കിടയ്ക്ക് മറ്റേ പറഞ്ഞ പോലെ അവിടെ നിറയെ ആളുകളായിരിക്കും. നമ്മളിപ്പോൾ ഒരു ടോൾ പ്ലാസയിൽ എത്തിയിട്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചിയിലൊക്കെ പോലത്തെ ടോൾ പ്ലാസ. അതിൽ സെയിം വെൽക്കം ടു ഗുയിലാലു എന്നാണ് ഇത് വായിക്കണം. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഗുയിലാലു ടോൾ പ്ലാസ എന്നാണ് പറഞ്ഞേക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി. നമ്മുടെ ഫാസ്റ്റാഗ് വർക്ക് ചെയ്യുമായിരിക്കും. നോക്കാം. നമ്മള് ടോള് കഴിഞ്ഞ് വരുന്ന വഴി കണ്ട ആ ടോളിന്റെ ഇപ്പുറത്തെ ക്യൂ ആണ്. ഒരു കിലോമീറ്റർ കൂടുതൽ അപ്പുറത്തെ സൈഡിൽ ടോള് ബ്ലോക്കായി കിടക്കാണ് വേണ്ടി. ഞാൻ വെച്ചാൽ നമ്മുടെ നാട്ടിലായത് മെയിൻ പ്രശ്നം. എല്ലായിടവും ഇത് പ്രശ്നമാണ്. ഇവിടെ നമ്മളെക്കാൾ ഇച്ചിരി കഷ്ടമാണ്. നമ്മളെന്തായാലും ഈ സൈഡ് പെട്ടെന്ന് കടന്നുപോയി. എതിർവശത്ത് നല്ല ക്യൂ ആണ്. 1 കിലോമീറ്റർ കൂടുതലുള്ള ക്യൂ ആണ്. ഹലോ, നമ്മുടെ കാറ് നമ്മള് ഇപ്പോ പൂനെ മഹാരാഷ്ട്ര റോഡിന്റെ സൈഡിലാണ് കേട്ടോ. ഹൈവേ NH ഏതൊരു NH പറഞ്ഞായിരുന്നല്ലോ, മറന്നുപോയി ഗൈസ്. എന്തോ ഒരു NH 8 എത്രയോ 48 NH 48 ആണെന്ന് തോന്നുന്നു. NH 48 അപ്പോൾ അതിൻ്റെ സൈഡിലാണ് ഭയങ്കര ഫാസ്റ്റിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടുന്ന് പെപ്സി മേടിക്കാൻ, ഉണ്ണിക്കുട്ടനെ നമുക്ക് പെപ്സി വേണമെന്ന് പറഞ്ഞു. പെപ്സി മേടിക്കാനായിട്ട് നിർത്തിയെടുക്കാൻ ഞാൻ ഉറങ്ങണമായിരുന്നു. ഐലൈനറൊക്കെ സ്പ്രെഡായോ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിക്കാനുണ്ടോ എന്നുള്ളത് നോക്കാം. ഞാൻ ഇപ്പം ഇവിടെ കുട്ടി ആ ഒരു ബിസ്ക്കറ്റ്
ആ 50-50 മഞ്ഞ അതെ. നമ്മൾ ലോങ് ട്രിപ്പ് പോണമെന്നും പറഞ്ഞിരുന്നിട്ട് ഇപ്പൊ പോയപ്പോ എവിടെ ഡെഡ് ആയിട്ടിരിക്കണേ. എടി ഇറങ്ങടി. മുള്ളാനുള്ള സംഭവം ഉണ്ട് ഇവിടെ. നീ മുള്ളാൻ മാത്രമേ ഇതിൽ നിന്ന് ഇറങ്ങോളൂ. മുള്ളാമുട്ടുണ്ട്. ഈ ഹോട്ടലിൽ ഉണ്ടാവും. ഈ ഹോട്ടലിൽ കയറുണ്ടാവും. പിന്നെന്താ പമ്പ അവിടെ ഇരിക്കും. നിനക്ക് എന്തെങ്കിലും വേണോ? ബിങ്കോ എന്തെങ്കിലും വേണോ? അവളവിടെ പോവില്ലെന്ന്. കേരളത്തിലെ റോഡൊക്കെ വരുമ്പോൾ എല്ലാവരും ലൈൻ ട്രാഫിക് ഒക്കെ കീപ്പ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുക. അപ്പം എല്ലാവർക്കും ഈസിയാണ്, അപകടങ്ങൾ കുറയുകയും ചെയ്യും, പിന്നെ സ്പീഡിൽ പോകേണ്ടവർക്ക് പോവാം. അതുകൊണ്ട് എപ്പോഴും ലൈൻ ട്രാഫിക് കീപ്പ് ചെയ്യുക, അങ്ങനെ ഓടിക്കുക. ഇനിയിപ്പോൾ 6 വരെയൊക്കെ നമ്മുടെ കേരളത്തിലും വരികയല്ലേ. അപ്പോൾ ഈ വലിയ വണ്ടികളൊക്കെ കഴിവതും സൈഡിൽ ലെഫ്റ്റ് സൈഡൊക്കെ ആണെങ്കിൽ ഇതെന്തോ എൻ്റെ മുഖത്ത് ഇങ്ങനെ കയറ്റി കൊണ്ടുവരുന്നു. ലെഫ്റ്റ് സൈഡൊക്കെ തന്നെ വലിയ വണ്ടികൾ പോകണമെന്നാണ് നിയമം. നമ്മുടെ നാട്ടിൽ ആരും അത് പാലിക്കാറില്ല. ഇപ്പോൾ KSRTC ആണെങ്കിലും കിളിയൊന്നും. ആ റോഡിൽ മറ്റേ ആ റെഡ് കളറിൽ കിടന്ന് മിന്നുന്നതാണ്ടോ, അത് നമ്മുടെ മറ്റേ കാറ്റാടിയില്ലേ, ആ കാറ്റാടിയുടെ ഏറ്റവും ടോപ്പിൽ കിടന്ന് മിന്നുന്ന കേട്ടോ. എനിക്ക് തോന്നുന്നു എയറോപ്ലെയിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കാണാനായിരിക്കും. പക്ഷേ ഇങ്ങനെ റോട്ടിൽ നിന്ന് കാണാൻ ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ മിന്നി 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 കൊള്ളായിരുന്നു. നമ്മളിത് രാത്രിയിലത്തെ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ കാണുന്ന ധാബയിൽ വന്നിരിക്കാം കേട്ടോ. ഞാൻ ഇതുവരെ ധാബയെ വന്നിട്ടില്ല. ധാബയിലെ ഫുഡ് അത്ര നന്നല്ലെന്നാണ് എൻ്റെ കുട്ടി പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ധാബില്ലല്ലോ. പഞ്ചാബി ആണോ? ഓക്കെ ഗൈസ്, ഇവിടെ നിന്നാടെ ആൾക്കാരുണ്ട് എന്നെ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യട്ടെ. അയ്യോ, ഞങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് ഒരു യുദ്ധം കഴിഞ്ഞിട്ടുകൊണ്ടിരിക്കണേന്. എന്തൊക്കെയോ പറഞ്ഞ് എങ്ങനെയൊക്കെയോ ഞങ്ങൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ് പറഞ്ഞത്. മനസ്സിലാവണില്ല. അവസാനം ഞാൻ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഇട്ടു. നല്ല തിരക്കുണ്ട്. ഒരു പഞ്ചാബി ഗ്രേവിയാ പറഞ്ഞിട്ടുള്ളത്. അറിഞ്ഞൂടാ പഞ്ചാബി ഗ്രേവിയുടെ അവസ്ഥ എന്താ. ഡാഷ്മേഷ് ദൂൺ ഡാബയിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഡാഷ്മേഷ് ദൂൺ ഡാബ. നമ്മളിതേ ഫസ്റ്റത്തെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ്? കബാബും ബോൺലെസ് ചിക്കൻ എന്നാണ്. നമ്മുടെ നാട്ടിലെ കബാബേ അല്ല. നമ്മുടെ ഇപ്രാവശ്യം ട്രിപ്പ് പോകുന്നതിൽ നമ്മുടെ നാട്ടിൽ പറയണ സാധനങ്ങളൊക്കെ വേറെ വേറെ ഐറ്റം അല്ലേ വരുന്നതെല്ലാം വേറെ ഐറ്റംസാ. പക്ഷെ കുഴപ്പമില്ല, കൊള്ളാം. ഒരു എന്തോ ഒരു ടേസ്റ്റ്. പോപ്കോൺ എങ്ങനെയുണ്ട് മുസേ? ആ ചിക്കൻ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അടിച്ചെടുത്തിട്ടാ കുഴപ്പമില്ല. നീയാണ് ഇട്ടോ കൊടുത്തേ. നമ്മുടെ ധാബയിൽ ഐറ്റംസ് ഏകദേശം ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നണത്. ഇനി നാളെ അറിയാം നമ്മുടെ വയറിന് എന്താവുമെന്ന്. ഇത് ബട്ടർ റൊട്ടി, പിന്നെ ആണോ നമ്മുടെ അടുത്ത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന എന്താണ് കുട്ടീൻ്റെ പേര്? തന്തൂരി ചിക്കൻ ലെഗ് പീസ്. പിന്നെ ഇത് തന്തൂരി നോർമൽ ചിക്കൻ. കബാബാണോ? ഓക്കെ, കബാബ്. യാ, ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടമ്മോ? അങ്ങനെ നമ്മൾ ഒരു 11 മണി 11:30 ഒക്കെ ഒരു ഏകദേശം 12 ആയി കാണും. അപ്പോഴേക്കും നമ്മളിതേ ഹംപി സ്ഥലത്തേക്ക് എത്തി. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. വെൽക്കം ടു വിജയനഗര. വിജയനഗരം വിജയനഗരന്നേ ഉള്ളൂ കേട്ടോ. ഇത് പരിഷ്കരിച്ച നഗരയാക്കും.
നമ്മളങ്ങനെ ഹംപിയിലെത്തിയിരിക്കുകയാണ്. വിജയനഗര നമ്മൾ എടുത്തിട്ടുള്ള ഹോട്ടലിൽ വന്നിരിക്കുക. ഇത് വലിയ നല്ല ഹോട്ടലൊന്നും അല്ല, പക്ഷെ വേറൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല. അതുകൊണ്ടുള്ളത് ഞങ്ങൾ ബുക്ക് ചെയ്യുക ചെയ്തത്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ ഗോവയിൽ പോകുന്നത്. മെത്ത അടിച്ച് കിടക്കുന്നേന്ന് ഇവിടെ വന്നിട്ട് ഒരാൾ വിളിച്ചറിയാം ബുക്ക് ചെയ്ത റൂമൊന്നും ഇല്ലെന്ന്. ഞാനൊരു ദൈവം എന്ത് ചെയ്യുമെന്ന്. നമുക്ക് പോയിട്ട് റൂം എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കട്ടെ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ബാത്റൂം നന്നായിരുന്നാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം. ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയി. ഒന്ന് കിടന്നുറങ്ങിയാൽ മതി. ഈ ചേട്ടൻ നമ്മുടെ ബാഗൊക്കെ എടുത്ത് വെച്ച് തന്നെ. ഇതൊരു എന്താ പറയുക, നോർമൽ ഒരു റൂം, ലോഡ്ജ് റൂമൊക്കെ പോലെ. അപ്പോൾ അതെ ഇതാണ് കേട്ടോ റൂം. ഞങ്ങൾ 4 പേർക്ക് കിടക്കാൻ പറ്റുന്ന റൂമാണ് എടുത്ത്. ഇപ്രാവശ്യം ഈ ട്രിപ്പിൽ ഫുള്ള് ഞങ്ങൾ 4 പേർക്ക് കിടക്കാൻ പറ്റുന്ന റൂമാട്ടോ എടുത്തത്. അപ്പോഴെനിക്ക് മനസ്സിലായി എങ്ങനെ 4 പേർക്ക് ഒരുമിച്ച് കിടക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതാണ് റൂം. വലിയ കുഴപ്പമില്ല, ബാത്റൂമും വലിയ പ്രശ്നമില്ലായിരുന്നു. ഭയങ്കര ഡെലി നല്ല നോവൽ. എനിക്ക് ലോഡ്ജൊക്കെ പോലത്തെ അങ്ങനത്തെ തോന്നിയത്. പക്ഷേ നിങ്ങളിവിടെ ഹംപി വരുന്നുണ്ടെങ്കിൽ സ്റ്റേ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഹോം സ്റ്റേസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ, അല്ലാത്തുള്ള ഹോട്ടൽസൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ ഞാനിതിൻ്റെ കൺക്ലൂഷൻ ഫൈനൽ പറയണത് ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷേ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോഴേക്കും അത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാണ്. ഞാൻ നേരെ കിടന്നുറങ്ങി. എങ്ങനെ കിടന്നതും അങ്ങോട്ട് ഉറങ്ങി പോവുകയാണ് ചെയ്തത് ഇത്രയും യാത്ര ചെയ്തുകൊണ്ട്. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ബൈ.